കത്തിലേക്ക് ഒരു നിമിഷം സൂക്ഷിച്ചു നോക്കിയതിന് ശേഷം അയാളത് പൊട്ടിച്ചു വായിക്കുന്നു. കത്തെഴുതിയ ആളുടെ വോയിസ് ഓവർ. സുഹൃത്തെ, എന്നെ മറന്നു കാണുകയില്ലെന്ന് കരുതുന്നു. ഓർമ്മയുടെ താളുകൾ പുറകോട്ട് മറിക്കുമ്പോൾ അതിലൊന്നിൽ പൊടിപിടിച്ച് നിറം മങ്ങിയ ഒരു ഫോട്ടോ കാണുന്നുണ്ടോ? ഗോപാലകൃഷ്ണൻ്റെ ഫോട്ടോ. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം അജ്ഞാതവാസത്തിലായിരുന്ന ഈയുള്ളവൻ്റെ ഈ കുറിപ്പ് കാണുമ്പോൾ ഉണ്ടാവുന്ന അത്ഭുതം എനിക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ട്. നിങ്ങളുടെ ജീവിത കഥാപുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് നീക്കം ചെയ്ത് കാണുമെന്ന് അറിയാം. പക്ഷേ ഞാൻ മരിച്ചിട്ടില്ല സുഹൃത്തെ. സുജനപാലനും ഗംഗനുമൊക്കെ ഇപ്പോൾ എവിടെയാണ്? അവരൊക്കെ ഈ സാധുവിനെ ഓർക്കുന്നുണ്ടാവുമോ? തിരക്കേറിയ നിങ്ങളുടെ ജീവിതത്തിനിടയിൽ അലോസരപ്പെടുത്തലാണെന്നറിയാം. എങ്കിലും നിങ്ങളെയൊക്കെ ഒന്ന് കാണുവാനുള്ള എൻ്റെ ആശ കാരണം ഞാനത് മറക്കുകയാണ്. വരുമോ? പറ്റുമെങ്കിൽ അടുത്ത ഞായറാഴ്ച. കത്ത് വായിച്ച ശേഷം അരവിന്ദൻ തെല്ലൊന്ന് അസ്വസ്ഥനാകുന്നു. അല്പനിമിഷം അയാൾ ചിന്തിച്ചിരിക്കുന്നു. കത്തിലെ ഫ്രം അഡ്രസ് ഒന്നുകൂടെ നോക്കിയതിന് ശേഷം അയാൾ ടെലിഫോൺ റിസീവർ എടുത്ത് ഡയൽ ചെയ്യാൻ ഒരുങ്ങുന്നു.